ഇന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു? മുഖ്യമന്ത്രി ചരിത്രം ഓർമ്മിപ്പിക്കുകയല്ലേ ചെയ്തത്. ഞാനും ശ്രമിച്ചു തുടക്കത്തിൽ ചരിത്രം ഓർമ്മിപ്പിക്കാൻ. അങ്ങ് ഭംഗിയായി ആ ഭാഗം മിണ്ടിയതേയില്ല. നമുക്കതൊന്ന് ചർച്ച ചെയ്യാം. കേരളത്തിലെ RSS കോൺഗ്രസ് ഡീലിൻ്റെ ചരിത്രം അങ്ങ് തയ്യാറാണോ? നമുക്കൊന്ന് ചർച്ച ചെയ്ത് കളയാം. രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താ? ജനസംഘം കേരളത്തിൻ്റെ മണ്ണിൽ മത്സരിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. 57-ൽ അവർ മത്സരിച്ചിട്ടില്ല. RSS ആണ് തീരുമാനിച്ചത് കേരളത്തിൽ മത്സരിക്കണം. അങ്ങനെ രണ്ടാം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ദീനദയാൽ ഉപാധ്യായ കേരളത്തിലേക്ക് വന്നു. 4 മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്തു മത്സരിക്കാൻ. പട്ടാമ്പി, അണ്ടത്തോട്, കോഴിക്കോട് 2, ഗുരുവായൂർ. 4 സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു. വലിയ സമ്മേളനം വിളിച്ചുകൂട്ടി. കേരളത്തിലെ RSS സ്വയം സേവകർ 4 മണ്ഡലങ്ങളിലായി വിന്യസിച്ചു. പ്രവർത്തനം ഒരു ഘട്ടം മുന്നോട്ട് പോയി. അപ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ദീനദയാൽ ഉപാധ്യായെ നേരിട്ട് കണ്ട് ചർച്ച നടത്തി. ഞങ്ങളുടെയും നിങ്ങളുടെയും ലക്ഷ്യം ഒന്നാണ്, കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കണം. പിന്നെ 2ആയിട്ട് മത്സരിക്കണോ? ഇതാ ചോദ്യം. അതിന് ദീനദയാൽ ഉപാധ്യായ പറഞ്ഞ മറുപടി എന്താണ്? ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചൊരു ഘട്ടം പിന്നിട്ടു. എങ്കിലും നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു കാര്യം ചെയ്യാം. പട്ടാമ്പിയിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിൻവലിക്കാം. പ്രഖ്യാപിച്ച പട്ടാമ്പിയിലെ ജനസംഘം സ്ഥാനാർത്ഥി പി മാധവമേനോനെ പിൻവലിച്ചു. പകരം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എ രാഘവൻ നായരെ പിന്തുണച്ചു ജനസംഘം. RSSും കോൺഗ്രസും സംയുക്തമായി പ്രചരണ രംഗത്ത് മുന്നോട്ട് പോയി. ആ പട്ടാമ്പിയിൽ നിങ്ങൾ കൈകോർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയുടെ പേര് EMS നമ്പൂതിരിപ്പാട് എന്നായിരുന്നു. ചരിത്രമാണ്. എന്താ മറുപടി? കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ കോൺഗ്രസ് RSS സംയുക്ത സ്ഥാനാർത്ഥി. അതാണ് ഡീല്. മനസ്സിലായോ? ആ ഡീല് ജനങ്ങൾ പക്ഷേ തള്ളിക്കളഞ്ഞു. ജനങ്ങൾ പരാജയപ്പെടുത്തി. അവിടെ അവസാനിച്ചില്ലല്ലോ. 71-ലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് AKG ആണ് മത്സരിക്കുന്നത്. ആ AKG മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ 71-ൽ AKGയെ തോൽപ്പിക്കാനും RSSും കോൺഗ്രസും ഉന്നതതല ആലോചന നടത്തി സംയുക്ത സ്ഥാനാർത്ഥി. പട്ടാമ്പിയിൽ കോൺഗ്രസ് നേതാവ് രാഘവൻ നായരായിരുന്നെങ്കിൽ പാലക്കാട്ട് RSSൻ്റെ ജില്ലാ കാര്യവാഹ് പ്രൊഫസർ TC ഗോവിന്ദൻ അല്ലേ സ്ഥാനാർത്ഥിയായത്? ആരായിരുന്നു കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു? നിങ്ങൾ 2 കൂട്ടരും ഒരുമിച്ച് നിന്നു AKGയെ തോൽപ്പിക്കാൻ. അതിൻ്റെ വളരെ കൗതുകരമായ കുറേ കഥകളുണ്ട്. ഈ ചർച്ചയായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മറ്റൊരവസരത്തെ നമുക്ക് വിശദമായി സംസാരിക്കാവുന്നതാണ്. ഈ 2 പരസ്യ ബാന്ധവം നിൽക്കുകയല്ലേ സർപ്പം പോലെ. അതിൻ്റെ തുടർച്ചയാണ് 91-ൽ കോലീബി സഖ്യം എന്ന് പറയുന്നത്. ബേപ്പൂരിൽ മാധവൻകുട്ടി, രത്നസിംഗ്, അഡ്വക്കേറ്റ് രത്നസിംഗ് വടകരയിൽ, സഖാവ് TK ഹംസയെയും KP ഉണ്ണികൃഷ്ണൻ ഈ അടുത്ത ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞ് 2 പേരെയും തോൽപ്പിക്കാൻ. പരസ്യ സഖ്യമായിരുന്നില്ലേ നിങ്ങൾ? ഈ ഡീലെന്ന് പറയുമ്പോഴേ പരസ്യ സഖ്യത്തിന് സാക്ഷ്യം വഹിച്ചൊരു നാടാണ് കേരളം. RSS കോൺഗ്രസ് ലീഗ് ഒരുമിച്ച് കൈകോർത്ത് നിന്ന് സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് പരാജയമേറ്റുവാങ്ങിയ ഒരു നാടാണ് ഈ കേരളം.